നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 36ാമത്തെ എപ്പിസോഡോട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാസിനെ ഹാവിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഹാസിനെ ഹാവിനെ പറ്റിയായിരുന്നു. അത് നമ്മുടെ ഹാസിൻ്റെ ഹാവിൻ്റെ പാർട്ട് 1 എപ്പിസോഡാണ്. ഇത് പാർട്ട് 2 എപ്പിസോഡാണ്. സോ നമ്മൾ ഹാസ് ഹാവ് ഒരു സീരീസ് ആയിട്ട് എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. കാരണം ഹാസും ഹാവും ഇല്ലാതൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ്, അതായത് ഒരു ദിവസത്തിൽ നടന്ന കാര്യങ്ങൾ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ഹാസും ഹാവും ഇല്ലാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഹാസിൻ്റെ ഹാവിൻ്റെ മെയിൻ പ്രയോഗം. അങ്ങനെയുള്ള ടെൻസിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാസിന് ഹാവിലോട്ടും കയറാം, ഡയറക്റ്റായിട്ട് കയറാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിലാണ് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക, ഗ്രാമാറ്റിക് സെക്ഷനാണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഹാസും ഹാവ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ഹാസിൻ്റെയും ഹാവിൻ്റെയും ആശയം എന്തെന്ന് വെച്ചാൽ ഒരാശയം തന്നെയാണ്. അതായത് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കൈവശമുള്ളത്, എനിക്കുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളത്, അതുകൂടാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം സംഭവിച്ചത്, എന്തെങ്കിലും കാര്യത്തിലുള്ളത് എന്നിങ്ങനെ ആശയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളാണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എക്സാമ്പിളോട്ട് കയറുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അതേപോലെ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത് ആശയങ്ങൾ സെയിം ആണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് യൂസ് ചെയ്യുന്നതിൽ. ഒന്ന്, ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യുന്ന ആൾ, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരാളാണെങ്കിലാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന റൂട്ട് ഹീയ ഷിയ ഇറ്റ്, അവൻ അവൾ ഇത്, ഇവ വരുമ്പോൾ ഹാസും. ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യുന്ന ആൾ ഒന്നിൽ കൂടുതൽ പേരാണെങ്കിൽ, അതായത് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന റൂട്ട് ദയ വിയ യു, അവർ ഞങ്ങൾ നിങ്ങൾ എന്നിവ വരുമ്പോഴാണ് നമ്മൾ ഹാവും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു കുഴപ്പമുണ്ട് ഇതിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഐ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവിൻ്റെ കൂടാണ്. ഐ എന്ന് വെച്ചാൽ ഏകവചനമാണ്, ഞാനെന്നാണ് അർത്ഥം. പക്ഷേ നമ്മൾ ഹാസിൻ്റെ കൂടെ അല്ല യൂസ് ചെയ്യുന്നത്, ഹാവിൻ്റെ കൂടാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക, അതങ്ങനെയാണ് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് യൂസ് ചെയ്ത് വരുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക, ഓർത്ത് വെച്ചിരിക്കുക. നോ പ്രോബ്ലം. നമ്മളിതൊക്കെ ഫെമിലിയർ ആകുന്നതായിരിക്കും. നമ്മൾ സെൻറ്റൻസിലോട്ട് കയറുമ്പോൾ ഇതൊക്കെ ഫെമിലിയർ ആകുന്നതായിരിക്കും. ഡോണ്ട് വറി. അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹാസിൻ്റെ അർത്ഥം എനിക്കുണ്ട്, ഉള്ളത്, എന്തെങ്കിലും കാര്യത്തിലുള്ളത്, എന്തെങ്കിലും സംഭവിച്ചത്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള യാഥാർത്ഥ്യമായി നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാസും ഹാവ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലോട്ട് കയറാം, നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഒന്നാമത് ടോം ഹാസ് യുവർ മൊബൈൽ. ടോമിൻ്റെ കയ്യിൽ നിൻ്റെ ഫോണുണ്ട് എന്നാണ് ഇവിടെ ആ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് ടോം ഹാസ് യുവർ മൊബൈൽ. ടോമിൻ്റെ കയ്യിൽ നിൻ്റെ ഫോണുണ്ട്, മൊബൈലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഹാസ് വന്നത് ടോം വന്നുകൊണ്ടാണ്, ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. ടോം ഒരു പേരാണ്, ഒരാളുടെ പേരാണ്. ടോം ഹാസ് യുവർ മൊബൈൽ. ടോം ഹാസ് യുവർ മൊബൈൽ എന്ന് വെച്ചാൽ ടോമിൻ്റെ കയ്യിൽ നിൻ്റെ ഫോണുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹാസിന് രണ്ട് മീനിങ് ആണ്. ടോം വന്നുകൊണ്ട് ഹാസ് വന്നു, ഉണ്ട് എന്ന ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടും ഹാസ് വന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സെൻറ്റൻസാണ് അടുത്തത്. ഹി ഹാസ് എ റിയലി ബാഡ് കോൾഡ്. അവന് നല്ല പനിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി ഹാസ് എ റിയലി ബാഡ് കോൾഡ്. കോൾഡ് എന്ന് വെച്ചാൽ പനി എന്നാണ്. പനി നമ്മൾ ജലദോഷമില്ലേ, അപ്പം ഒരാളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും, അവന് നല്ല പനിയുണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് ഹി ഹാസ് റിയലി ബാഡ് കോൾഡ്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോണം, ഹി വന്നുകൊണ്ടാണ് അവിടെ ഹാസ് വന്നത്. ഇവിടെ ഹാസിൻ്റെ അർത്ഥം ഉണ്ട് എന്ന് തന്നെയാണ്. ഇതേ ടൈപ്പിലുള്ള പാറ്റേണിലുള്ള എക്സാമ്പിൾസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ റിവൈസിങ്ങിലോട്ട് കടക്കുന്നേ ഉള്ളൂ. അടുത്തത് ഇതേ ആശയമുള്ളൊരു സെൻറ്റൻസാണ്. മൈ ബ്രദർ ഹാസ് എ റെഡ് ഷർട്ട്. എൻ്റെ സഹോദരനൊരു റെഡ് ഷർട്ടോ നീല ഷർട്ടോ ചുവപ്പ് ഷർട്ടോ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയുമെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. മൈ ബ്രദർ ഹാസ് എ റെഡ് ഷർട്ട്. എൻ്റെ സഹോദരന് ഒരു റെഡ് ഷർട്ടുണ്ട്. മൈ ബ്രദർ ഹാസ് എ റെഡ് ഷർട്ട്. എൻ്റെ സഹോദരന് ഒരു ചുമന്ന ഷർട്ട് ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മൈ ബ്രദർ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഹാസ് വന്നത്. അതേപോലെ ഉണ്ടെന്ന് പറയുവാനും കൂടിയാണ് ഹാസ് വന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്തത് നോക്കാം. ജോസ് ഹാസ് എ പ്ലാൻ. ജോസിനൊരു പ്ലാൻ ഉണ്ട്. ജോയ് ഹാസ് എ പ്ലാൻ. ജോയ്ക്കൊരു പ്ലാൻ ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. അവൻ എന്തെങ്കിലും പ്ലാൻ, നമ്മളിങ്ങനെ പറയത്തില്ലേ, നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് ഒരാൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല അവനൊരു പ്ലാനുണ്ട്, അവൻ്റെ ആ വർക്കിനകത്തൊരു പ്ലാനുണ്ട് എന്നിങ്ങനെ പറയുന്ന ഒരു ആശയമാണ്. ജോയ് ഹാസ് എ പ്ലാൻ. അവനൊരു പ്ലാനുണ്ട്, അവൻ പ്ലാൻ വെച്ച് അവൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ആ സെൻറ്റൻസ് ഉദ്ദേശമാക്കുന്നത്. ജോയ് ഹാസ് എ പ്ലാൻ. ജോയ്ക്കൊരു പ്ലാനുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് ഉദ്ദേശമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നോക്കാം. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്, സെൻറ്റൻസാണ്. ഹി ഹാസ് ലോട്ട് ഓഫ് തിങ് ടു ഡു.
അതിൻ്റെ അർത്ഥം അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. അവിടെ ഹി വന്നവനാണ് ഹാസ് വന്നത്. അപ്പോൾ മനസ്സിലായാലോ, ഉണ്ട് എന്നുള്ള ആശയം വരാനും ഹാസ് വന്നു. ഹി ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. തിങ്സ് എന്ന് വെച്ചാൽ കാര്യങ്ങളെന്നാണ് അർത്ഥം. തിങ്സ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ. തിങ്സ് ടു ഡു എന്ന് പറയുമ്പോൾ ചെയ്യാനുണ്ട്, അവന് ചെയ്യാനുണ്ട് എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്യാനുണ്ട്, ഞാൻ പറയുന്ന മലയാളത്തിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് തോന്നും. ആശയം നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. അവൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഹി ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. അവൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എന്ന ആശയം വരാനാണ് തിങ്സ് ടു ഡു, അത് കഴിഞ്ഞ് ടു ഡു ചേർത്തിരിക്കുന്നത്. അപ്പം ആ ടു ഡു ഒരു വെർബിൻ്റെ അവസാനം വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത് ചെയ്യാനായിട്ടുണ്ട്. ഒരാശയം നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡോണ്ട് വറി, ഒരാശയം പിടികിട്ടിയെങ്കിൽ യു ആർ ലക്കി. നമുക്ക് അടുത്ത സെൻറ്റൻസ് പയ്യെ നമുക്ക് മറ്റ് ഇംഗ്ലീഷ് വേർഡുകൾ വരുമ്പോൾ നമുക്ക് ടു ഡു എവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആശയത്തിലോട്ട് നിങ്ങൾ കയറുന്നതായിരിക്കും. സോ ഡോണ്ട് വറി. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഹി ഹാസ് എ ലോട്ട് ഓഫ് തിങ് ടു ഡു. അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചെറിയൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു ഹാസ് മൈ പെൻ? ആരുടെ കയ്യിൽ എൻ്റെ പേനയുള്ളത്? ഹു ഹാസ് മൈ പെൻ? ആരുടെ കയ്യിൽ എൻ്റെ പേനയുള്ളത്? നമ്മൾ വർക്ക് സൈറ്റിലും മറ്റ് സ്ഥലങ്ങളിലും ജോലി സ്ഥലത്തും കോളേജിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ടോക്കാണ്. ഹു ഹാസ് മൈ പെൻ? ഹു ഹാസ് മൈ മൊബൈൽ? ഹു ഹാസ് മൈ ലാപ്ടോപ്പ്? ആരുടെ കയ്യിൽ എൻ്റെ ലാപ്ടോപ്പുള്ള? ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ചോദിക്കത്തില്ലേ ആരുടെ കയ്യിൽ എൻ്റെ പേനയുള്ള മൊബൈലുള്ള? ആ ഒരു സെൻറ്റൻസാണ് ഹു ഹാസ് മൈ പെൻ. ആരുടെ കയ്യിൽ എൻ്റെ പേനയുള്ള മൊബൈലുള്ള എന്നൊരു സെൻറ്റൻസാണ് ആ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ സെൻറ്റൻസ് അതേപോലെ റിവൈസ് ചെയ്ത് വെക്കുക. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സെൻറ്റൻസാണ് ഹു ഹാസ് മൈ പെൻ? ആരുടെ കയ്യിലാണ് എൻ്റെ പെന്നുള്ളത്? ഹു എന്ന് വെച്ചാൽ ഒരാളെ സൂചിപ്പിച്ച് പറഞ്ഞത് കൊണ്ടാണ്. അദ്ദേഹം പറയുന്ന ആൾ ഒരാളെ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഹാസ് വന്നിരിക്കുന്നത്. ആരായി എൻ്റെ പേന എടുത്തുകൊണ്ട് പോയത്? ഹു ഹാസ് മൈ പെൻ? ആരുടെ കയ്യിലാണ് എൻ്റെ പേന ഉള്ളത് എന്ന്. നമുക്ക് മലയാളം നിങ്ങൾക്ക് ഏത് വേണ്ടത്? ഉണ്ട്, ഉള്ളതെന്ന് വേണ്ടത്. ആരുടെ കയ്യിലാണ് എൻ്റെ പേന ഉള്ളത് എന്നാണ് ആ ചോദിച്ചതിൻ്റെ അർത്ഥം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലിട്ട് പോവാം. ഹി ഹാസ് ദ സെയിം ക്യാമറ ആസ് ഐ ഹാവ്. ഹി ഹാസ് ദ സെയിം ക്യാമറ ആസ് ഐ ഹാവ്. എനിക്കുള്ള അതേ ക്യാമറ അവനുമുണ്ട് എന്നൊരു സെൻറ്റൻസാണ്. നമ്മളും പറയത്തില്ല എനിക്കുള്ള അതേ തൊപ്പി ഹാറ്റ് അവനുമുണ്ട്, എനിക്കുള്ള അതേ ലാപ്ടോപ്പ് അവനുണ്ട്, എനിക്കുള്ള അതേ മൊബൈലുണ്ട്. അതേപോലെ ഒരു ക്യാമറ പറയുകയാണ്. ഹി ഹാസ് ദ സെയിം ക്യാമറ ആസ് ഐ ഹാവ്. ആസ് ഐ ഹാവ് എന്ന് വെച്ചാൽ എനിക്കുള്ളതുപോലെ. അതേപോലെ നിങ്ങൾ കണ്ടില്ലേ അവിടെ ഹാസും ഹാവും ആ സെയിം സെൻറ്റൻസ് ചേർത്തിട്ടുണ്ട്. ഹി ഹാസ് ദ സെയിം ക്യാമറ. ഹി വന്നുകൊണ്ട് ഹാസ് വന്നു. ആസ് ഐ ഹാവ്, ഐയുടെ കൂടെ ഒരു ഹാവും ചേർന്നൊരു സെൻറ്റൻസ് ആണത്. ഐ ഹാവ്, എനിക്കുള്ളതുപോലെ. അവിടെ ഹാവിൻ്റെ ആസിൻ്റെ അർത്ഥം സെയിം തന്നെയാണ്, അർത്ഥം സെയിമാണ്. അവിടെ ഐയുടെ കൂടെ ഹാവ് വന്നത് ഐ വന്നതാണ് അവിടെ ഹാവ് വന്നത്. എനിക്കുള്ളതുപോലെ. ഹി ഹാസ് ദ സെയിം ക്യാമറ ആസ് ഐ ഹാവ്. എനിക്കുള്ളതുപോലെ സെയിം ക്യാമറ അവനും ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഐ വന്നുകൊണ്ട് ഹാവ് വന്നു. അർത്ഥമെല്ലാം സെയിമാണ്. ഈ രണ്ടിൻ്റെ അർത്ഥവും സെയിം, ആശയവും സെയിമാണ്. നിങ്ങൾക്ക് മനസ്സിലായി. ഹി ഹാസ് ദ സെയിം ക്യാമറ ആസ് ഐ ഹാവ്. എനിക്കുള്ളതുപോലത്തെ സെയിം ക്യാമറ അവനും ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈസിയാണ്, വളരെ ഈസിയാണ്. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരു പാറ്റേൺ ഞാൻ പറയാൻ പോവുകയാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഹാസിൻ്റെ ഹാവിന് ഒരു ചെറിയെന്നല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് മനസ്സിലാകുന്ന ഒരു സ്ട്രക്ചറിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇനി ചെറിയൊരു കൺഫ്യൂസ് ആക്കാൻ പോവുകയാണ്. പേടിക്കണ്ട. കാരണം എന്തിനാണ് കൺഫ്യൂസ് ആക്കുന്നത് വെച്ചാൽ പിന്നീട് നമ്മൾ കോൺവെർസേഷൻ സെൻറ്റൻസോട് കിടക്കും. ഇത് എന്തുകൊണ്ടാണ് വന്നത് നമുക്ക് ചിന്ത വരല്ലേ. സോ അന്നേരം നമ്മളിവിടെ ചിന്തിക്കണം. സോ അതായത് ഇത് എപ്പിസോഡ് കണ്ടവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ എപ്പിസോഡ് കയറ്റിയതാണ്. ഞാൻ പറയുകയാണ്. ഹി ഹാസ് എ ന്യൂ ബൈക്ക്. അവനൊരു പുതിയ ബൈക്ക് ഉണ്ടെന്നൊരു സെൻറ്റൻസാണ് ഹി ഹാസ് എ ന്യൂ ബൈക്ക്. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഹി വന്നിട്ടാണ് ഹാസ് വന്നത്, ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റാനും ഹാസ് വന്നു. ഹി ഹാസ് എ ന്യൂ ബൈക്ക്. അവനൊരു പുതിയ ബൈക്കുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുക, അവനൊരു പുതിയ ബൈക്കുണ്ടോ, ഒരു ബൈക്കുണ്ടോ എന്നെൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നതാണ് ഞാൻ എൻ്റെ അടുത്ത സെൻറ്റൻസ് ചെയ്തിരിക്കുന്നത്. ഡസ് ഹി ഹാവ് എ ബൈക്ക്? അവന് ബൈക്കുണ്ടോ? ഡസ് ഹി ഹാവ് എ ബൈക്ക്? അവന് തൊട്ട് മുമ്പത്തെ സെൻറ്റൻസ് ഹി ഹാസ് അവന് പുതിയ ബൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കാം അവന് ബൈക്കുണ്ടോ? ഡസ് ഹി ഹാവ് എ ബൈക്ക്? അത് സെക്കൻഡ് സെൻറ്റൻസിൽ. അപ്പോൾ ഈ ഡസ് ഹി ഹാവ് എ ബൈക്കെന്ന് അവന് ഒരു ബൈക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഇങ്ങനെയും ചോദിക്കാം. അതാണ് തൊട്ടടുത്ത് അതിൻ്റെ കൂടെ ഞാൻ എഴുതിയേക്കുന്നതാണ് ഒരു സ്ലൈഡ് ബാർ ഇട്ട്. ഹാസ് ഹി എ ന്യൂ ബൈക്ക്. അതായത് നമുക്ക് ആദ്യം കൊണ്ടുവന്നാൽ അവനൊരു പുതിയ ബൈക്ക് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെയും ചോദിക്കാം ഡസ്സിന് പകരം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഡസ് കയറ്റി പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇതൊരു ഭാഷയാണ്. ഇംഗ്ലീഷ് എന്ന് വെച്ചൊരു ഭാഷയാണ്. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാനായിട്ട് ആ
ഭാഷ എന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ നാവിന് ഓരോ ഭാഷകൾ കണ്ടുപിടിക്കും. അത് നമ്മുടെ നാവിനും കൂടി നമുക്കൊരു ശീലിക്കാനും കൂടെ എളുപ്പത്തിനായിരിക്കും നമ്മൾ ഭാഷകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഗ്രാമാറ്റിക്കലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. ഹാസ് ഹി ന്യൂ ബൈക്ക് എന്ന് വെച്ചാൽ അവന് പുതിയ ബൈക്ക് ഉണ്ടോ എന്ന് തന്നെയാണ് ആശയം. നമുക്ക് അങ്ങനെയും ഗ്രാമാറ്റിക്കലി വേണം എഴുതാം. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഡസ് ഹി ഹാവ് എ ന്യൂ ബൈക്ക് ഹാസ് വെച്ച് ചേർക്കാതെ അവിടെ ഡസ് വെച്ച് ചേർത്താണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഫോർമേഷൻ. ഡസ് ഹി ഹാവ് എ ന്യൂ ബൈക്ക്, അവിടെ ഹീയുടെ കൂടെ ഹാവാണ് വന്നേക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹാസിന് പകരമാണ് നമ്മൾ ഡസ് അവിടെ ചേർത്തത്. അത് ഗ്രാമാറ്റിക്കലി റൂളാണ്. ഹാസ് ഏകവചനത്തിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഡൂവും ഡസിൻ്റെ എപ്പിസോഡ് ഏകവചനത്തിൽ യൂസ് ആയതുകൊണ്ട് ഞാൻ പറയാം, അതിലോട്ട് വരാം. ഏകവചനത്തിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഹാസിന് പകരം നമുക്ക് ഡസ് ഉപയോഗിക്കാം. കാരണം ഡസ്സും ഇതിനെ ഒരു ആക്സിലറി വെർബെന്നാണ് ഡസ്സിനെ പറയുന്നത്. ആക്സിലറി വെർബിനെ ഡൂവ്, ഡസ്, ഹാസ്, ഹാവ് ഇവയെല്ലാം ഒരേ കാറ്റഗറി വരുന്നതാണ്. അപ്പം ഹാസിന് പകരം ഞാൻ ഡസ് ഉപയോഗിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹാസും ഡസ്സും ഏകവചനങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് ആക്സിലറി ഫോമാണ്. അതേപോലെ നമ്മൾ ഡൂവിൻ്റെ എപ്പിസോഡ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡൂവും ഡസ്സും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു മെയിൻ സംഭവമാണ് ഈ രണ്ട് വെർബുകളാണ് ഡൂവും ഡസ്സും. സോ ഇംഗ്ലീഷിൽ അത് അങ്ങനെയാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഡൂവും ഡസ്സും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ആ മെയിൻ ഒരു റോളാണ് ഡൂവിനും ഡസ്സിനെയും നോർമലായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തേക്കുന്നതാണ് ഈ ഡസ്. അപ്പോൾ ഇതൊരു ഭാഷയാണ്, നിങ്ങൾ കൺഫ്യൂസ് ആക്കല്ലേ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഹാസ് ഹി ന്യൂ ബൈക്ക് എന്ന് ചോദിക്കാം, പക്ഷെ അങ്ങനെ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ നേറ്റീവ് സ്പീക്കേഴ്സ് അത് അങ്ങനെ സംസാരിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളെ അങ്ങനെ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ എക്സാമ്പിൾ എടുക്കും. പക്ഷേ ചില കാര്യങ്ങൾ ഡസ് വെച്ചും ഡൂം വെച്ചാണ് ഡയറക്റ്റ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഡസ് ഹി ഹാവ് എ ബൈക്ക്, അവനൊരു ബൈക്കുണ്ടോ. അപ്പോൾ ഹാസിന് പകരം ഞാൻ ഡസ് ഉപയോഗിച്ചു. അതുകൊണ്ട് പിന്നെ ഒരു ഹാസ് എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഹീ കഴിഞ്ഞിട്ട് ഹാവ് ചേർത്തേക്കുന്നത്. അതങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. കൂടുതൽ ഗ്രാമാറ്റിക്കലായിട്ട് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് തന്നാൽ അത്രയും വലിയ ഈസി ആയിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് പിന്നെ പാടായിട്ട് തോന്നും. സോ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് സംസാരിക്കാനാണ്. ഞാൻ ഇത്രയും ഗ്രാമർ പറഞ്ഞത് ആരെങ്കിലും ഗ്രാമർ സെക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അതുപോലെ നിങ്ങൾ ഗ്രാമർ സെക്ഷൻ ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ സംഭവം പിടികിട്ടിയല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. കാരണം നമ്മൾ ഇനി ഡസ്സിൻ്റെ എപ്പിസോഡ് എടുത്തിട്ടില്ല. നമ്മൾ ഡസ്സിൻ്റെ എപ്പിസോഡ് എടുക്കുമ്പോഴും കോൺവെർസേഷൻ്റെ എടുക്കുമ്പോഴും ചിലയിടത്ത് ഹാവും ഹാസും കയറി വന്നാൽ അതിനിങ്ങനെ ഒരു റീസൺ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ചിലവർക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് ഇത് അറിയാം. സോ ഡോണ്ട് വറി, ജസ്റ്റ് മനസ്സിലാക്കുക. ഡസ് വെച്ച് നമുക്ക് അങ്ങനെ ചോദിക്കാം. ഡസ് വെച്ച് അങ്ങനെ ചോദിക്കാം. മനസ്സിലായതിലും കുഴപ്പമില്ല. കാരണം നമ്മളിനിയും വരുന്ന കോഴ്സുകളിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കോൺവെർസേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹാവു ഹാസ് എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് അത് ഗ്രാമാറ്റിക്കലി അല്ല ആശയപരമായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. സോ അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട. ഞാൻ ഈ സെൻറ്റൻസ് ഇട്ടേക്കുന്നേ ഉള്ളൂ. പിന്നീട് വരുമ്പോൾ ഇത് സംഭവം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അന്ന് ഹാസിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. സോ ഡോണ്ട് കൺഫ്യൂസ്, ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. സംഭവം ഇതിങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ വേറൊരു പേരും കൂടെ പറയും ഇംഗ്ലീഷിൽ, ജസ്റ്റ് ഓർത്ത് വെച്ച് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നുള്ളത് പറയും. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെ. സോ അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഗ്രാമർ പഠിക്കുന്നവർ നോട്ട് ചെയ്ത് വെക്കുക. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. നിങ്ങൾ ആ ഗ്രാമർ അറിയാത്തവർ ജസ്റ്റ് ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് കേട്ടാൽ ഞെട്ടരുത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതായത് ഡസ് യു ഹാവ് എ ബൈക്ക്. അതേപോലെ തന്നെ ആർ യു ഫ്രീ ദിസ് വീക്കെൻഡ്, നീ ഈ ആഴ്ച ഫ്രീ ആണോ. ആർ യു ഫ്രീ ദിസ് വീക്കെൻഡ് നമ്മൾ ചോദിക്കത്തില്ല. ആർ യു ഫ്രീ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളെല്ലാം ഡു ഇവയൊക്കെ ആദ്യം ചേർത്ത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആ സെൻറ്റൻസിനകത്ത് ഉണ്ട്. അതായത് കണ്ടോ ആ കണ്ടൻറ്റ് ആ സെൻറ്റൻസിനകത്തുണ്ട്. സോ ജസ്റ്റ് ഞാൻ ഗ്രാമാറ്റിക്കൽ സെക്ഷന് പറഞ്ഞതേ ഉള്ളൂ. സംഭവം ഇതേപോലത്തെ സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതായത് ആ കണ്ടൻറ്റ്, അതായത് അവന് ബൈക്ക് ഉണ്ടെന്നുള്ള കണ്ടൻറ്റ് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അങ്ങനെ അതേപോലത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഓൾമോസ്റ്റ് ആ സെൻറ്റൻസുകൾ കാണും. അങ്ങനത്തെ നമ്മൾ ആ ഇന്ന സാധനം അവനുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളായിരുന്നു സംഭവിച്ചത് എന്ന് നമ്മൾ ചോദിക്കുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഗ്രാമർ പഠിക്കുന്നവർ നോട്ട് ചെയ്ത് വെക്കുക, കൺഫ്യൂസ് ആകല്. അതേപോലെ ഹാസ് ഇത്രയേ ഉള്ളൂ. ഹാസിൻ്റെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഞാനിത് ക്രിയേറ്റ് ചെയ്ത് പിന്നീട് നമുക്ക് ഹാസ് എന്തുകൊണ്ടാണ് പല സെൻറ്റൻസുകളിൽ വരുമ്പോൾ കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി കയറ്റിയതാണ്. സോ ആദ്യമായിട്ട് ഹാസ് കേൾക്കുന്നൊരു ഡോണ്ട് വറി, നിങ്ങൾ ഒരിക്കലും പാനിക്കാതെ ജസ്റ്റ് ഫോളോ ദ ബേസ് സെൻറ്റൻസ്. ഞാൻ ബേസ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുക. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. പിന്നെയും നമ്മൾ ഹാസിൻ്റെ ഫുൾ ഫോർമേഷൻ കഴിഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മൾ ഇതേപോലെ ചെറിയ കാര്യങ്ങൾ ഓർപ്പിച്ച് വിടും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, നമ്മൾ പിന്നീട് വരുമ്പോൾ ജസ്റ്റ് ഓർത്തെടുക്കുക. അന്നേരം തിരിച്ച് നിങ്ങൾ ഈ എപ്പിസോഡ് വന്ന് കാണണം. അതിന് വേണ്ടിയിട്ടും കൂടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. അല്ല നിങ്ങളിത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെയും പിടികിട്ടും.
സോ അതിനുവേണ്ടി മാത്രമാണ് ജസ്റ്റ് പറഞ്ഞത്. അത് ഭാരമായിട്ട് എടുക്കരുത്, നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഹാസ് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്താണ്, ഇതിൻ്റെ ഹാസിൻ്റെ കണ്ടിന്യൂവേഷൻ. സോ ഇന്നത്തെ ക്ലാസ് ഇത് നമ്മൾ നിർത്തുന്നു, സമയം നമുക്ക് വൈകിക്കൊണ്ടാണ്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.